നമുക്കിന്ന് വന്നിരിക്കുന്നത് പുതിയ ബലേനോ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടാണ് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് ഈ ഒരു ബലേനയും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം ആക്സസറീസുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബലേനോ എടുത്തിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ വാഹനത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, എത്രത്തോളം രൂപ ചിലവ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതേ ഫ്രണ്ടിലെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായി റിമൂവ് ചെയ്തിരിക്കുന്നു. അതുപോലെ നല്ല 4 ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും സ്റ്റീരിയോ അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം സ്പീക്കറുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വയറിങ്ങും പ്ലഗിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റ് നമുക്ക് വരുന്നത്. കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാനലാണ് അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ 9 ഇഞ്ചിൻ്റെ ഒരു പാനൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇതിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. വാറണ്ടി പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം ചെയ്യുന്ന വയറുകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫിനോലെക്സ്, വി ഗാർഡ് അങ്ങനെ വരുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ കേബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഓരോ സ്പീക്കറുകൾക്കും 1 ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. ലൂസ് ആവാത്ത രീതിയിൽ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ത്രെഡും ലോക്ക് ചെയ്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത്. പെർഫെക്ഷനോടുകൂടി തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും വരുന്നത്. നിങ്ങളുടെ വാഹനം ഏതു തന്നെയും ആവട്ടെ, കൃത്യമായിട്ടുള്ള പെർഫെക്ഷനോടുകൂടിയ നല്ല ടെക്നീഷ്യന്മാരുടെ രീതിയിലാണ് നമ്മുടെ ഈ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബലേനോയ്ക്ക് നമുക്ക് 4 ഡോർ സ്പീക്കർ, അതുപോലെ തന്നെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബാക്കിലേക്ക് വരുന്ന ഒരു ക്യാമറ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ മനോഹരമായൊരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വണ്ടി നീക്കിയിടും. അപ്പോൾ നമ്മുടെ ഡോർ പാഡുകളെല്ലാം ഊരി നമ്മൾ സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഡോർ പാഡുകളുടെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന ഓരോ ആക്സസറീസും കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഏത് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിലേക്ക് ചെയ്യുന്നത്, ഏത് ക്യാമറകളാണ് ഇതിലേക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിലേക്ക് ചെയ്യുന്നത് അൺപ്ലഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് HD ക്യാമറയാണ്. അത്യാവശ്യം നൈറ്റിൽ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല വൈഡ് ആംഗിൾ കിട്ടുന്ന രീതിയിലുള്ള HD ക്യാമറ വിത്ത് 1 ഇയറോളം നമുക്കിത് വാറണ്ടി കിട്ടുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അൺപ്ലഗിൻ്റെ തന്നെയാണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. 1 ഇയറാണ് നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ വരുന്നത്. 50 വാട്ട്സ് ആണ് ഇതിൻ്റെ പെർ ചാനൽ വരുന്നത്. ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് അൺപ്ലഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി പോരാ എന്ന് പറയുന്നവർക്ക് ഇത് ഏറ്റവും ഉചിതമായൊരു കാര്യം തന്നെയാണ്. നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് അൺപ്ലഗിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ അൺപ്ലഗിൻ്റെ ഒരു സ്റ്റീരിയോ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട നല്ലൊരു പെർഫോമൻസും നല്ല ക്ലാരിറ്റിയും നല്ല ക്വാളിറ്റിയും കിട്ടുന്ന 1 ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. 2GB 32GB ആണ് ഇതിൻ്റെ ഇൻറ്റർണൽ മെമ്മറി കാര്യങ്ങളെല്ലാം വരുന്നത്. പെർ ചാനൽ നമുക്ക് വരുന്നത് 50 വാട്ട്സ് ആണ് വരുന്നത്. ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ബാക്കിലേക്കുള്ള ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കഴിഞ്ഞു. 4 ഡോറിലേക്ക് നമ്മുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ച് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ, ഒരു വലിയ വാഹനം കടന്നു പോകുമ്പോൾ ആയാലും കൃത്യമായിട്ട് അതിനെ മുഴുവനായിട്ട് കാണാൻ ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ക്യാമറ കൊണ്ടുള്ള ഗുണം. ആൻഡ്രോയിഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും HD ക്യാമറകൾ, വൈഡ് ആംഗിൾ കിട്ടുന്ന രീതിയിലുള്ള ക്യാമറകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ ആണ്. മൊബൈൽ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന നാവിഗേഷൻ, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ടച്ച് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല സ്ക്രീനും, ഫുൾ HD സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു അൺപ്ലഗിൻ്റെ സിസ്റ്റം എന്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഏറ്റവും നല്ലതാണെന്ന് തന്നെ നമ്മൾ പറയും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. ഹാൻഡിൽ കമ്പനി വരുമ്പോൾ ഇത് ബ്ലാക്ക് ആയിരിക്കും ബേസ് മോഡൽ വാഹനത്തിൽ. അത് നമ്മൾ ക്രോം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ബാഗിലേക്ക് ഒരു സ്പോയിലർ എന്ന് പറയും, ഡിക്കി സ്പോയിലർ എന്ന് പറയുന്ന ഈ ഒരു ക്രോം ഐറ്റംസ് നമ്മൾ ബലേനോയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാഴ്ചയ്ക്ക് ഒരു കിടിലൻ ലുക്ക് എന്ന് തന്നെ പറയാം. ബലേനോയുടെ ബാക്ക് വ്യൂ നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഐറ്റം ഫിറ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബമ്പറിലാണ് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നത്. ഓരോ കസ്റ്റമറുടെയും ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ക്യാമറ എവിടെ വെക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. കൂടാതെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സീറ്റിൻ്റെ വർക്കാണ്. ബാക്കി നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്സസറീസും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കസ്റ്റമർ പറഞ്ഞ രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സീറ്റ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതേ
ഇതുപോലെ നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് സിംഗിൾ കളറിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡയമണ്ട് കട്ടിങ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തു. അത്യാവശ്യം നല്ല ഭംഗി എന്ന് തന്നെ പറയാം. ഈ ഒരു വാഹനത്തിലേക്ക് നന്നായി യോജിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബലാനോയിലേക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് നല്ല മനോഹരമായ ആക്സസറീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളെല്ലാം താല്പര്യമാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ ബൈ.